സ്കൂൾ ടൂറാണ്. പെട്ടു മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാലിയിലെ ബഡുഗുൾ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. ഇതൊരു ഊട്ടി പോലുള്ള ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹിൽ സ്റ്റേഷനാണ്. ഇവിടെ ഉലുൻദാനു ബരാട്ടൻ ടെമ്പിൾ പറഞ്ഞൊരു ടെമ്പിൾ ഉണ്ട്. ഒരു തടാകത്തിന്റെ വക്കത്താണ്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്നലെ ഇവിടെയാണ് താമസിച്ചത്. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. ചൂടുവെള്ളമൊന്നുമില്ല. ഇവിടെ കുളിക്കാനേ കഴിയില്ല. അങ്ങനെയാണ്. ഒരു ശാന്തമായൊരു സ്ഥലമാണ്. നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ തൊട്ടപ്പുറത്ത് നല്ല മലനിരകളൊക്കെ കാണാം. അവിടെ ഇതെന്താ സാധനം? കുറെ കായൊക്കെ ഉണ്ടല്ലോ. അവക്കാഡോ ആണ് കേട്ടോ. അവക്കാഡോ ആണിത്. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അവക്കാഡോ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വലിയൊരു മരമാണ്. ഇതിന് ഇഷ്ടം പോലെ ഉണ്ട്. ഉണ്ടല്ലോ. അതൊക്കെ നിറഞ്ഞു നിൽക്കണം അവിടെ. ഈ പെലാങ്കി ഹോം സ്റ്റേയിലാണ് കേട്ടോ ഇവിടെ റേറ്റ് കുറവുള്ളത്. ബാക്കി എല്ലാ സ്ഥലത്തും നല്ല റേറ്റാണ്. 3000-4000 ഇന്ത്യൻ റുപ്പിയൊക്കെ വരും. ഇവിടെ മാത്രമേ ഒരു 1100 രൂപേൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും നല്ല റേറ്റാണ് മൊത്തത്തിൽ. ഇവിടെ സൈഡ് കൂടെ മൊത്തം കച്ചവടക്കാരാണ് കേട്ടോ. ഫ്രൂട്ട്സ് ആണ് മെയിന്. പിന്നെ ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളുണ്ട്. അമ്പലം തടാകത്തിന്റെ പക്കത്ത കുറച്ചുകൂടി പോണം. നല്ല കച്ചവടം ഉണ്ടല്ലോ ഇവിടെ. കച്ചവടക്കാരുണ്ട്. കച്ചവടം നടക്കുന്നുണ്ടാവും. നല്ലൊരു അടിപൊളി തടാകം ഉണ്ട് കേട്ടോ. ഈ തടാകത്തിന്റെ വക്കത്താണ് അമ്പലം ഉള്ളത്. അതിന്റെ ബാക്കിലോ നല്ല മല, കോടയൊക്കെ മൂടിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ടോപ്പിലൊക്കെ കോട മൂടിയിട്ടുണ്ട്. രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ തിരഞ്ഞിങ്ങനെ ഇറങ്ങിയതാ. അപ്പൊ നല്ല മഴയും പെയ്തു. തൽക്കാലം ഇവിടെ ഒരു ഹോട്ടലിൽ കയറി. അപ്പൊ ഇവിടെ നൂഡിൽസ് ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ അത് കഴിക്കാനുള്ള പരിപാടിയാണ്. നല്ല മഴ കേട്ടോ ഇവിടെ. ഒന്ന് രാവിലെ കഴിക്കാൻ പോണത് എഗ് നൂഡിൽസ് ആട്ടോ. കട തുറക്കണുള്ളൂ. ഞങ്ങളാണ് ഫസ്റ്റത്തെ കസ്റ്റമേഴ്സ്. ഇപ്പൊ ഞങ്ങള് ഉലുൻദാനു ബരാട്ടൻ ടെമ്പിളിന്റെ മുന്നിലെത്തിയിട്ടുണ്ട്. വലിയൊരു പ്രവേശന കവാടമാണ് കേട്ടോ. ഇവിടുത്തെ കവാടങ്ങളൊക്കെ ഇതുപോലെയാവും. രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നടുക്കൊരു മുറിച്ചത് പോലെയാവും. ബരാട്ടൻ എന്ന് പറഞ്ഞൊരു നദീന്റെ സൈഡിലാണിത്. നദിയല്ല, ഒരു ലേക്കാണ്, തടാകം. ഇവിടുത്തെ ബാലിയിലത്തെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് കേട്ടത്. ഒരു ടെമ്പിളാണ്. ടെമ്പിളും ഒരു ടൂറിസ്റ്റ് കേന്ദ്രവും ഒക്കെയാണിത്. നല്ല മീനുകളുണ്ട് അവിടെ. ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നല്ല ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന മെയിൻ കേന്ദ്രമാണിത്. ബൈക്കൊക്കെ പാർക്ക് ചെയ്യേണ്ടത് ഇവിടെയാണ്. കാറുകൾ അപ്പുറത്ത്, ബസ് അപ്പുറത്ത്, അങ്ങനെ പാർക്കിങ്ങിനൊക്കെ നല്ല ഏരിയകളുണ്ടല്ലോ. അവിടെ ഇഷ്ടം പോലെ കാറുകളുണ്ട്. ഉലുൻദാനു ബരാട്ടൻ. മഴ ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. മഴ പെയ്ത് ആകെ കൊടുക്കും. കുട ഉള്ളതാണെങ്കിലും അവിടെ റൂമിൽ വെച്ച് പോരും ചെയ്യും. ചെറിയ ചാറ്റൽ മഴ ഇങ്ങനെ വരും. ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടോ കാണുന്നത്. ഒരാൾക്ക് ഇവിടുത്തെ 75,000 ആണ്. ഏകദേശം ഒരു 400 രൂപയോളം വരും കേട്ടോ, ഇന്ത്യൻ മണി. Two tickets. Yeah. 150. 100. Okay, thank you. Thank you. ഒരു പാർക്ക് പോലെ ഇട്ടത്. ടെമ്പിളും പാർക്കും എല്ലാതും കൂടി ഒരുമിച്ചതാണ്. ഇവിടെ എല്ലാ മതക്കാരും വരുന്നുണ്ട്. അങ്ങനെ ഇന്ന വിഭാഗങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഹിന്ദു, അതുപോലെ ക്രിസ്ത്യൻ, ഇസ്ലാം എല്ലാ മതങ്ങളും ഒരുപോലെയുള്ളൊരു സ്ഥലമാണ് ഈ ബാലി. ഹിന്ദു ക്ഷേത്രങ്ങളാണ് കൂടുതലുള്ളെങ്കിലും ഇവിടെ എല്ലാവരും ഒരുപോലെ ഉണ്ട് ഈ ഭാഗത്ത്. ഇതൊരു പാർക്ക് പോലെ കേട്ടോ. ഒരു ടെമ്പിൾ മാത്രമല്ല, ഒരു പാർക്കും കൂടിയാണിത്. നല്ല സ്റ്റൈലം പാർക്കാണ്.
തണുപ്പുള്ള സ്ഥലമാകൊണ്ട് തന്നെ നല്ല പൂക്കളും ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്താ പൂക്കൾ എന്നോ. ഓ ഭയങ്കര രസം ഇതൊക്കെ കാണാം. ആ മെയിൻ അമ്പലം അവിടെ ഉണ്ടല്ലേ, അവിടെ അവിടെ ഈ അമ്പലത്തിന്റെ ഏറ്റവും ഭംഗിയുള്ളൊരു കാഴ്ച എന്ന് പറയുമ്പോൾ ഇവിടുന്ന് നോക്കുമ്പോഴാണ് കേട്ടോ. മിക്കവാറും വീഡിയോയിലും ഫോട്ടോയിലൊക്കെ ഇവിടെ നിന്നുള്ള രംഗവും കാണാം. തട്ട് തട്ടായിട്ട് പഗോഡ രൂപത്തിലാണ് ഈ അമ്പലം. രക്ഷയില്ലാത്ത കാഴ്ചയായിട്ടത്. നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ നല്ല പൂക്കളും ചെടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു അമ്പലത്തിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഫീലാണ്. എനിക്കിത് കരയിലല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ തടാകത്തിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. വലിയ ക്ഷേത്രം എന്നല്ല, ചെറുതാണ്. പിന്നെ ഇതിന്റെ മേൽക്കൂര ഉണ്ടല്ലോ, ഇത് വൈക്കോല് കൊണ്ടാണ്. 11 തട്ടുകളായിട്ടാണ് കേട്ടത്. ചുറ്റുഭാഗം ചെടികൾ, തോട്ടവാഴയാണ്. ചുറ്റുഭാഗം ചെടികൾ വെച്ചിട്ട് നല്ല പൂക്കൾ ചെടികളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുമ്പോൾ അത് അത്രയ്ക്കും ഭംഗി ഇതിനുണ്ട്. ഒരു തടാക ക്ഷേത്രമാണിത്. മമ്മൂദ് സ്കൂൾ ടൂറാണ്, സ്കൂൾ ടൂർ. Where is Mohanlal? Mohanlal. Mohanlal. Bangladesh. ഇന്ത്യ. മൊത്തം വൈക്കോല് കൊണ്ടാണല്ലേ ഇതിന്റെ മേൽക്കൂര. നോക്കി, ഈ അമ്പലമൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. ഫുള്ള് നല്ല കട്ടിക്ക് വെച്ചിട്ടാണ് ഇതിട്ട് മേൽക്കൂര ഉണ്ടാക്കിയിട്ടുള്ളത്. വൈക്കോലാണ്. എല്ലാ അമ്പലങ്ങളും ഇതുപോലെ തന്നെ കേട്ടോ. നല്ലൊരു വെറൈറ്റി അമ്പലങ്ങളാണ്. എങ്ങനെ അങ്ങോട്ട് പോവുകയാവോ? അങ്ങോട്ട് വഴിയൊന്നും കാണുന്നില്ലല്ലോ. ബോട്ടിലാവോ പോവുക? ബോട്ടിൽ പോകേണ്ടി വരും അല്ലേ? അത് കൂടെ ഇറങ്ങി കിടക്കട്ടോ, വെള്ളം കുറവാണ്. ഇതിന് ചെറിയൊരു കവാടമുണ്ട്. ഇത് കൂടെ അങ്ങനെ ഇറങ്ങിയിട്ട് പോവാം അങ്ങോട്ട്. അല്ലാതെ വേറെ പാലൊന്നും കാണുന്നില്ല. പക്ഷെ ഉള്ളിക്കാരും പോണില്ലല്ലേ, അമ്പലത്തിന്റെ ഉള്ളിക്കാരും പോണില്ല കേട്ടോ. വലിയ മീനുകളുണ്ട് കേട്ടോ, കളർ മീനുകൾ. ഇവർക്ക് തീറ്റ കൊടുക്കണമെങ്കിൽ ഇവിടുത്തെ 10,000 കൊടുത്തു കഴിഞ്ഞാൽ മീനുകളൊക്കെ കണ്ട് തീറ്റയൊക്കെ കൊടുക്കാം. ഇവർ നേരിട്ട് മീനിന് തീറ്റ കൊടുക്കുന്നതിന് പകരം ആളുകളെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് മീനിന് തീറ്റ കൊടുക്കുക. അപ്പൊ അതൊരു വരുമാന മാർഗമായി ഇവിടെ. നിങ്ങൾക്ക് തീറ്റ കിട്ടലുമായി. പെട്ടു മഴ പെയ്ത് കുടുങ്ങിട്ടോ. വൈകുന്നേരം വരെ മഴയാവും. ഒരു രക്ഷയില്ലാതെ ഈ ടെമ്പിളിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. വന്ന സമയത്തൊക്കെ നല്ല വെയിലൊക്കെ ആയിരുന്നു. വെയിലെന്ന് പറഞ്ഞാൽ അധികം കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു.
പാകം മഴ പെയ്യും. ഇതിന് പോകാനൊരു രക്ഷയില്ല. അടുത്ത സ്ഥലം എന്ന് പറയുമ്പോൾ ഒരു 40 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ മൊത്തത്തിൽ മഴ. ഒക്ടോബർ മുതൽ ഇവിടെ മഴക്കാലമാണ്. പക്ഷെ ഇതുവരെയായിട്ട് ഇവിടെ മഴയിലൊന്നും പെട്ടിട്ടില്ല. ഇന്നാണ് ഇപ്പോൾ മഴയിൽ കുടുങ്ങിയത്. രാവിലെ വന്ന സമയത്തൊന്നും മഴ ഉണ്ടായില്ലല്ലോ. ഇപ്പം മഴയത്ത് കുടുങ്ങി. ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ മഴ തന്നെ ആവുമെന്നാണ് കാലാവസ്ഥ നോക്കിയപ്പോൾ കാണുന്നത്. ഒരമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഓടി ചെന്നപ്പോൾ അവിടെ ആളുകളുണ്ട്. ഇവരെ ആൾക്കാർ മാത്രമേ ഉള്ളൂ, പുറത്തൊന്നും ആരുമില്ല. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി. അവിടെ എന്തോ പൂജയോ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇതൊക്കെ അമ്പലവുമായി ബന്ധപ്പെട്ട ആളുകളാണ് കേട്ടോ. പ്രാർത്ഥിക്കാനും അവരെന്തൊക്കെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അപ്പുറത്തുള്ളൊരു അമ്പലത്തിൻ്റെ ഉള്ളിലാണ് കയറിയത്. അപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തിറങ്ങി. മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളുകളൊക്കെ വീണ്ടും വരാൻ തുടങ്ങി. ഫുള്ളായിട്ട് വർണ്ണക്കൊടകളാണ് ഇപ്പോൾ. ആകാശമൊക്കെ ഒന്ന് തെളിഞ്ഞു. ഇവിടെ നല്ല രസമുള്ളൊരു കവാടം ഉണ്ടല്ലോ. ആ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് ഈ കവാടം വഴിയാണ്. കവാടം വഴിയല്ല, അതിക്ക് കയറാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ അപ്പുറത്ത് കൂടെയാണ് കയറുക എന്ന് മാത്രം. ആ മുന്നിൽ കാണുന്ന അമ്പലത്തിലാണ് ഇപ്പോൾ പ്രാർത്ഥന നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും പൂജകൾ ഉണ്ടാവും എന്നാണ് ഇവിടുന്ന് ഒരാൾ പറഞ്ഞത്. അവരതിൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾ. പക്ഷെ പുറത്തുനിന്ന് ആളുകൾക്ക് അങ്ങോട്ട് പ്രവേശനമല്ല എന്ന് മാത്രം.